വെൽക്കം ടു ടൈംസ് യൂട്യൂബ് ചാനൽ ഫോർ ബാങ്ക് ആൻഡ് SSC CGL എക്സാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സിലൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, which of the following fractions is the largest? ഫസ്റ്റ് വരുന്നിരിക്കുന്നത് 2/3 which is equal to 0.6. Next is 6/53 which is equal to 0.1. And the third one is 79/90 which is equal to 0.8. And the last one is 33/44. നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് 3/4 ആക്കിയാൽ which is equal to 0.75. ഇതിൽ നിന്ന് നമുക്കറിയാം 0.8 is the largest. അപ്പോൾ ആ ഫ്രാക്ഷൻ 79/90 ആണ്. ഓപ്ഷൻ 3 is the answer. Clear? Second question, which composite number can divide the sum of the first 12 natural numbers? അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 1 2 till 12 ആണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അതായത് 0 ഇതിൽ ഇൻക്ലൂഡഡ് ആവില്ല. 0 ഇസ് എ ഹോൾ നമ്പർ. 0 ഒരു ഹോൾ നമ്പറാണ്. ഓക്കെ, അപ്പോൾ വിച്ച് കോമ്പോസിറ്റ്, അപ്പോൾ നമുക്ക് സം അറിയാം, SN ഫോർമുല അറിയാം. SN is equal to n/2 into 2a plus n-1 into d. ക്ലിയർ? n എത്ര ഒബ്സർവേഷൻസ് ആണ്? 12. അപ്പോൾ 12/2. 2 a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, a എന്ന് പറയുമ്പോൾ 1 പ്ലസ് n 12 മൈനസ് 1 d എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. ക്ലിയർ? സോ ഇത് 6 into 3, 6 into 2 plus 11 which is equal to 6 into 13 which is 78. അപ്പോൾ 78 ഇതിൽ ഏത് നമ്പറിലാണ് ഡിവിസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് എടുക്കാം, 6 എടുക്കാം. 6ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? 2ൽ ഡിവിസിബിൾ ആണോ നോക്കണം, 3ൽ ഡിവിസിബിൾ ആണോ നോക്കണം. 78ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 2. നെക്സ്റ്റ് 7 + 8 is 15. 15 is divisible by 3. So 78 is also divisible by 3. അപ്പോൾ 3ലും ഡിവിസിബിൾ ആണ്. അപ്പോൾ 2ലും 3ലും ഡിവിസിബിൾ ആണെങ്കിൽ അത് 6ലും ഡിവിസിബിൾ ആണ്. സോ ഓപ്ഷൻ 1, 6 is your answer. Clear? Third question, which of the following numbers is divisible by 2, 5, 10 and 11? അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 10ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാം. 10ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് 0 വരണം. അപ്പോൾ എന്തായാലും 2 ഓപ്ഷൻ 2 അല്ല, ഓപ്ഷൻ 3 അല്ല. ഇനി 1 അല്ലെങ്കിൽ 4 ആയിരിക്കാം. 1ൽ 0 ആണ് ലാസ്റ്റ് ഡിജിറ്റ്, സോ ഇറ്റ് ഡിവിസിബിൾ ബൈ 2ൽ ഡിവിസിബിൾ ആണ്. 5 ആണ് ലാസ്റ്റ് 0 ആയതുകൊണ്ട് 5ലും ഡിവിസിബിൾ ആണ്. 10ൽ ഓൾറെഡി ഡിവിസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി 11 ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്പർ എടുത്തു കഴിഞ്ഞാൽ 5 8 9 2 7 0. ഇതിൻ്റെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് 5 + 4 14, 14 + 7 is 21 മൈനസ് അടുത്ത കോൺസിക്യൂട്ടീവ് 8 + 2 is 10 which is equal to 11. ഇവിടെ 0 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 11ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിലും 11ൽ ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി 11 വന്നു, സോ ആ നമ്പറും 11ൽ ഡിവിസിബിൾ ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 1. നമ്മൾ ഓപ്ഷൻ 4 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, 1 തന്നെ നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ് ഇസ് വിച്ച് ഡിജിറ്റ് ഷുഡ് കം ഇൻ ദ പ്ലേസ്. ആ രണ്ട് സിമ്പിൾ സ്റ്റാർ പിന്നെ ഒരു ഡോളർ സിമ്പിൾ ഉണ്ട് റെസ്പെക്റ്റീവ്ലി. ഇഫ് ദ നമ്പർ 7 to 864 രണ്ട് സിമ്പിൾസ് ഇസ് ഡിവിസിബിൾ ബൈ ബോത്ത് 8 and 5. അപ്പം നോക്കുക, 7 to 864 ലാസ്റ്റ് രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് 2 ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത് 2 5 ഫില്ല് ചെയ്യാം. 8ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ്? ലാസ്റ്റ് 3 ഡിജിറ്റ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ 8. ഓക്കെ, 5ൻ്റെ ലാസ്റ്റ് 5 അല്ലെങ്കിൽ 0 തന്നെ. അപ്പോൾ ഈ കേസിൽ 5ൽ ക്ലിയർ ആണ്, ബട്ട് 8ൽ ക്ലിയർ ആണോ എന്ന് നോക്കാം. നമുക്ക് 80യുടെ ടേബിൾ ഒന്ന് എഴുതാം. 80 160 240 320 400 പിന്നെ വരുമ്പോൾ 408 416 424 432 ആൻഡ് ലാസ്റ്റ് ഇസ് 440. ഓക്കെ, അപ്പോൾ 425 ഇതിലില്ല. അപ്പോൾ 425 എനിവേ ഡിവിസിബിൾ അല്ല 8ൽ. നമുക്ക് 440 ഉണ്ട്. സോ ആൻസർ ഇസ് 4 and 0. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ഇസ് ദ 5-digit നമ്പർ 45YZ0 is divisible by 40. Then what is the maximum possible value of Y plus Z? അപ്പോൾ ഈ നമ്പർ 40ൽ ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞതുകൊണ്ട് YZ എപ്പോഴും 4ൽ ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ YZൻ്റെ 2-digit മാക്സിമം വാല്യൂസ് നോക്കാം. ഏതൊക്കെയാ? 96 92 and 88. ഇതാണ് മാക്സിമം പോസിബിൾ 3 വാല്യൂ. ഇവിടെ 9 + 6ൻ്റെ സം ഇസ് 15,
9 plus 2 is 11 and 8 plus 8 16 വരുന്നു. അപ്പോൾ മാക്സിമം പോസിബിൾ സമ്മ് വരുന്നത് 16 ആണ്. ഓപ്ഷൻ 2. ക്ലിയർ? നെക്സ്റ്റ് ഇസ് if 77 raised to 77 plus 77 is divided by 78, റിമൈൻഡർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ 77നെ ഞാൻ 78 മൈനസ് 1 എഴുതി, the whole raised to 77 plus 77 by 78. ഓക്കെ, ഈ 78 ക്യാൻസൽ ആയി പോകുന്നു. സോ മൈനസ് 1 raised to 77 എന്ന് പറയുമ്പോൾ അത് മൈനസ് 1 തന്നെയാണ്, പ്ലസ് 77 which is equal to 76. ക്ലിയർ? ഓപ്ഷൻ 4. Question number 7. Find the remainder when 9 raised to 20 plus 2 is divided by 4. When 9 raised to 20 plus 2 is divided by 4. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9 raised to 20 by 4 plus 2 by 4. In 9 I am writing it as 3 square the whole raised to 20 by 4 which is 3 raised to 40 by 4. അപ്പോൾ ഇവിടെ പൊക്കത്ത് 3 അടിയിൽ 4, സോ റിമൈൻഡർ മൈനസ് 1 raised to 40 ആയിരിക്കും. ഈവൺ പവർ ആയതുകൊണ്ട് ആൻസർ വിൽ ബി 1. ആൻഡ് ഈ കേസിൽ നോക്കുമ്പോൾ 2 ആണ് പൊക്കത്ത്, സോ റിമൈൻഡർ വിൽ ബി 2. സോ 1 plus 2 is equal to 3 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 4. ഓക്കെ, 8th question. If m is even then 8 raised to m minus 1 is divisible by dash. m ഈവൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് m ഇനീഷ്യലി ഫസ്റ്റ് ഈവൺ നമ്പറായി 2 വെച്ച് ട്രൈ ചെയ്യാം. 8 raised to 2 minus 1 which is 64 minus 1 which is equal to 63. Clear? Option 2. 9th one. In a division problem, the divisor is 4 times the quotient and 2 times the remainder. If the remainder is 32, then find the dividend. നമുക്ക് ഡിവിഡൻറ്റിൻ്റെ ഒരു ഫോർമുല അറിയാം. ഡിവിഡൻറ്റ് is equal to divisor into quotient plus remainder. ഓക്കെ, ഡിവൈസർ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിവൈസർ ഇസ് 4 times quotient. അപ്പോൾ ഞാൻ quotientനെ x ആക്കി എടുത്തു. അപ്പോൾ ഡിവൈസർ വിൽ ബി 4x ആൻഡ് 2 times റിമൈൻഡർ. ആൻഡ് 2 times റിമൈൻഡർ ആണ് quotient. ഓക്കെ, അല്ലെങ്കിൽ quotientൻ്റെ 2 times ആണ് റിമൈൻഡർ വരുന്നത്. ദ ഡിവൈസർ ഇസ് 4 times ദ quotient. quotientൻ്റെ 4 times ആണ് ഡിവൈസർ ആൻഡ് 2 times ദ ഡിവൈസർ. ഓക്കെ, ക്ലിയർ? അപ്പോൾ 2 times റിമൈൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ 2x എന്ന് എഴുതി അവിടെ. ഓക്കെ, ആൻഡ് quotient x ആണ്. സോ റിമൈൻഡർ 2x, റിമൈൻഡർ 32 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2x is equal to 32, x എന്ത് വരുന്നു? 16 വരുന്നു. അപ്പോൾ റിമൈൻഡർ ഇസ് 32, x 16 ആണ്. അപ്പോൾ ഇവിടെ 4 into 16, that is 4 into 16 is 64. ഓക്കെ, നമുക്ക് 64 into 16 ഒന്ന് ഇവിടെ എഴുതാം. 64 into 16 which is 6 4s are 24, 2 carry over, 6 6 are 36 plus 1 4s are, that is 40 plus 2 42, 4 again carry over, 6 1s are 6 plus 4 is 10, 1024. ഇനി ഒരു പ്ലസ് 32 കൂടി ഉണ്ട്. സോ ഇറ്റ് ഇസ് 1056 വരുന്നു നമ്മുടെ ആൻസർ. ക്ലിയർ? ഓപ്ഷൻ 4. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ നമ്പർ ആർ when divided by 8, ഏതോ ഒരു നമ്പർ when divided by 8 leaves remainder 3. 3 ആണ് റിമൈൻഡർ. അപ്പോൾ ഇവിടെ റിമൈൻഡർ 3 ആണ് തന്നിട്ടുണ്ട്. What will be the remainder when r square plus 6r plus 7 is divided by 8? അപ്പോൾ r square എന്ന് പറയുമ്പോൾ 3 square plus 6 into 3 plus 7 is divided by 8. That is 9 plus 18 plus 7 by 8. That is 34 by 8. അപ്പോൾ 34നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡിൽ ഡിവൈഡ് ചെയ്യാം. 4 32, റിമൈൻഡർ ഇസ് 2. റിമൈൻഡർ 2 ആണ്. ഓപ്ഷൻ 4. 2 is your answer. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫ്രം ടൈം.